അസ്സലാമു വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോഴേ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കിടിലൻ ഐറ്റം ആയിട്ടാണ് കേട്ടോ. മിക്ക പേർക്കും ഇഷ്ടമാണല്ലേ പാനിപ്പൂരി, അടിപൊളി സ്വാദാണ്. അപ്പോൾ ഞാൻ ഇത് വീട്ടിലുണ്ടാക്കുന്നത് കുറച്ച് കഷ്ടമുള്ള ജോലിയായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ പാനിപ്പൂരി കിറ്റ് വാങ്ങി. 140 രൂപയാണ് ഇതിന്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കണം. എന്നാലും ഇതിന് വേണ്ട ഉരുളക്കിഴങ്ങ് മിക്സൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ 4 ഉരുളക്കിഴങ്ങ്, 2 സവാള, ഒരു തക്കാളി, ചെറുനാരങ്ങ നീരിനായി ചെറുനാരങ്ങ, ഒരു പച്ചമുളകും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിപ്പൂരി കിറ്റിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് നോക്കാം. ഇതാ ഈ വലിയ പാക്കറ്റിലുള്ളതാണ് പാനിപ്പൂരിയുടെ പപ്പഡ്സ്. പിന്നെ 2 ചെറിയ പാക്കറ്റിലുള്ളത്, ഒന്ന് സ്പൈസി മിക്സിന് വേണ്ടിയിട്ടുള്ളതും മറ്റേത് സ്വീറ്റ് പാനിപ്പൂരി മിക്സിന് വേണ്ടിയിട്ടുള്ള ചട്നിപ്പൊടികളാണ്. ഞാൻ ആദ്യം തന്നെ സ്വീറ്റ് ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ സ്വീറ്റ് ചട്നിക്ക് ഉള്ള പൊടി എടുത്തു, ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച്, കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. കുറച്ച് ലൂസായിട്ടാണ് ഈ പാനികൾ ഉണ്ടാവുക, അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് ലൂസാക്കി എടുക്കാം. 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് 1 ടേബിൾ സ്പൂൺ കൂടി സ്വീറ്റ് ചട്നി പൊടി ചേർക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിരുന്നു. പിന്നീട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കുകയാണ്. കൃത്യം ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്ര തന്നെ മതിയാവും. ഇനി ഉണ്ടാക്കാൻ പോകുന്നത് സ്പൈസി മിക്സിന് വേണ്ടിയിട്ടുള്ള മിക്സാണ്. ഇത് കുറച്ച് സ്പൈസി ആയതുകൊണ്ട് തന്നെ ഞാൻ 2 ടേബിൾ സ്പൂണാണ് ആദ്യം തന്നെ എടുക്കുന്നത്. അതും കറക്റ്റ് തന്നെയായിരുന്നു. ഇതിനെ ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ പാക്കറ്റിലുള്ളതാണെന്ന് കരുതി ടേസ്റ്റ് കുറവൊന്നും ഇതിനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ അത്ര തന്നെ ടേസ്റ്റ് ഇതിന് കിട്ടില്ല എങ്കിൽ പോലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ലോണം ആസ്വദിച്ച് കഴിക്കാനായിട്ട് പറ്റിയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ആക്കിയിട്ട് ഇതും ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. പിന്നെ ഞാൻ ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടാറിയതിന് ശേഷം ഉരുളക്കിഴങ്ങ് നല്ലോണം ഉടച്ചെടുക്കണം. ഒരു 3-4 ദിവസം മുന്നേ ഞാൻ കുറച്ച് വെള്ളക്കടല മുളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഏതായാലും ഇതുണ്ടാക്കിയല്ലേ, അതുകൂടെ ഇതിൻ്റെ കൂടെ ഞാൻ വേവിച്ചിട്ട് ചേർത്തിട്ടുണ്ട്. കുറച്ച് ചനക്കടല അല്ലെങ്കിൽ വെള്ളക്കടല ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നേരത്തെ അരിഞ്ഞു വെച്ച പച്ചമുളക്, തക്കാളി, സവാള ഇതുകൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം. പിന്നീട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് എരിവ് നോക്കി എരിവിനനുസരിച്ച്, എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ കുരുമുളക് പൊടി ഇടാം. ഇനി ചാട്ട് മസാലയാണ് ചേർക്കുന്നത്. കുറച്ച് ചാട്ട് മസാലയും ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഉപ്പ് നോക്കിയിട്ട് ഇടാമെന്ന് കരുതി. ഇത് ചെറിയ ജീരകം പൊടിക്കാതെ അങ്ങനെ തന്നെ ഇട്ടതാണ്. ഇപ്പോൾ ഞാൻ ഉപ്പ് നോക്കി കുറച്ചുകൂടെ ഉപ്പിട്ടു. ഇനി മല്ലിയില, പുതിനയില അത് മസ്റ്റാണ്, അതുകൂടെ ചേർത്ത് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്തു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ്. അതോ എരിവിനനുസരിച്ച് ആവശ്യാനുസരണം ചേർക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത് പാനിപ്പൂരി പപ്പഡ്സ് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ആ പാക്കറ്റ് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഒരെണ്ണം ഇട്ടു. അപ്പോൾ അത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. പപ്പടെല്ലാം കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് മുഴുവനായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കരുതി. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനമാകും. എനിക്കറിയാം എൻ്റെ വീഡിയോസൊക്കെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടെന്ന്, പക്ഷേ ഓരോ വീഡിയോ ചെയ്യുന്നതിലൂടെയും ഞാനത് മെച്ചപ്പെടുത്തിയെടുക്കാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ സാവധാനം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ പാനിപ്പൂരി പപ്പഡ്സും ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ സെറ്റാക്കാമെന്ന് നോക്കാം. ഞാൻ ഒരു പാനിപ്പൂരി എടുത്തിട്ടുണ്ട്, പപ്പടം എടുത്തിട്ട് ആദ്യം ഉരുളക്കിഴങ്ങിൻ്റെ മിക്സാണ് അതിനുള്ളിലേക്ക് നിറയ്ക്കുന്നത്. പിന്നീട് ബാക്കി വന്ന സവാള, തക്കാളി, മല്ലിയില, പുതിനയില മിക്സ് അതുകൂടെ ഇതിനെ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി അടുത്തതും ഇങ്ങനെ ഒരു ഹോളുണ്ടാക്കി മിക്സ് എല്ലാം അതിൽ ചേർത്ത്, എൻ്റെ കയ്യിൽ കുറച്ച് കോൺഫ്ലെക്സ് ഉണ്ടായിരുന്നു. അപ്പം കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഈ കോൺഫ്ലെക്സ് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ചില പാനിപ്പൊടി പപ്പഡ്സിൻ്റെ മുകളിൽ ചേർക്കുന്നുണ്ട്. ഞാനിതാ ഒരുവിധം എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി 2 പാനികളും നമുക്ക് ഇതിൽ ഒഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം.
2 പനികളും നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു